നമസ്കാരം. നാടിനെ ദുരിതത്തിലാക്കി പെട്രോളിന് ഡീസലിന് വീണ്ടും 3 രൂപ അധികരിച്ചിരിക്കുകയാണ്. നമ്മുടെ നാട് എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഉയർന്ന വിലക്കയറ്റം നാടിനെ ബാധിക്കാനൊരുങ്ങുകയാണ്. ഈ അവസരത്തിൽ പെട്രോളിനും ഡീസലിനും വില കൂടിയതിൻ്റെ അഭിപ്രായം നമുക്ക് ചോദിച്ചറിയാം. പെട്രോൾ ഡീസൽ വില വർധനവ് ഇപ്പോൾ എത്രമാത്രം ബാധിക്കും സാധാരണക്കാരെ? സാധാരണക്കാരെ നല്ല ബുദ്ധിമുട്ടായിട്ട് തന്നെ ബാധിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഈ ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് വളരെ കുറഞ്ഞ രീതിയിലുള്ള വരുമാനമുള്ള ആളുകളൊക്കെ ഇപ്പോൾ 90% ബൈക്കുകളിലും അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളിലൊക്കെയാണല്ലോ പോകുന്നത്. അതെ, അങ്ങനെയാണ്. കൂടുതൽ ആളുകളും സ്വന്തം ബൈക്കിലും മറ്റൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഡെയിലി ഇപ്പോൾ നമ്മളൊക്കെ എന്ന് പറയുമ്പോൾ ദൂരത്ത് ജോലിയൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാ ദിവസവും 100 രൂപക്ക് 200 രൂപക്കൊക്കെ പെട്രോൾ അടിക്കേണ്ട സാഹചര്യമുണ്ട്. അത് നമ്മളെ നിത്യവരുമാനത്തിൽ നിന്നാണ് കുറയുന്നത്. നിത്യവരുമാനത്തിൽ നിന്നാണ് കുറയുന്നത്. അപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ സാഹചര്യം. എത്രമാത്രം പ്രയാസത്തിലാവും ഈ വില വർധന? പ്രയാസം തന്നെ 3 റുപ്യ ഒന്ന് കൂടി. അല്ലെങ്കിൽ തന്നെ ആളുകളോട് വാടക വെച്ചിട്ട് 500 ചോദിച്ചിട്ട് അത് വേണം അത്ര വേണം വെച്ചിട്ട് ഞങ്ങൾ ബുദ്ധിമുട്ട് തന്നെയാണ്. ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. ഈ തൊഴിൽ തന്നെ അവസാനിപ്പിക്കേണ്ട അവസ്ഥയിലേക്കാണോ? വണ്ടിക്ക് ലോണ് വേറെ, ലോണിന് പലിശ വേറെ. ഇത് ഡീസലിന് ഇപ്പോൾ അടുത്ത് കൂടിയിട്ടുള്ളൂ, പിന്നെ വീണ്ടും കൂടി. എന്താ ചെയ്യുക? ആരോടാ പറയാ? ഇവിടുത്തെ സർക്കാരുകളുടെ ഒരു പോരായ്മയായിട്ടാണ് അതിനെ കാണുന്നത്. സർക്കാരിന് GST പോലെ വീതം കുറച്ചാൽ മതി. ആരും കുറക്കണില്ല. കേന്ദ്ര സർക്കാരും കുറക്കണില്ല, കേരളം കുറക്കണില്ല. നമ്മളെന്താ ചെയ്യുക? നമ്മൾ വോട്ട് ചെയ്ത് നമ്മൾ വണ്ടന്മാരെ ഇങ്ങനെ നടക്കുക. എപ്പോഴും വോട്ട് ചെയ്ത് കുറേ കാലം പണി ലീവാക്കി വണ്ടി സൈഡാക്കിയിട്ട് വോട്ട് ചെയ്ത് ജയിപ്പിച്ച് വിട്ടാണ്. അതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ സാധാരണക്കാരുടെ പ്രശ്നത്തിന് സർക്കാരുകൾ ഇറങ്ങുന്നില്ല എന്നാണോ? ഇറങ്ങണം എന്നാണ് നമ്മൾ പറയാനുള്ളത്. സർക്കാർ ഇറങ്ങണം. എത്രമാത്രം ബുദ്ധിമുട്ടിലാവുന്നുണ്ട്? നല്ല ബുദ്ധിമുട്ടാണ്. ചെറിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ല ബുദ്ധിമുട്ടാണ്. ഇപ്പം ഇത് ഡീസൽ ദിനം പ്രതി ഇങ്ങനെ കൂടുന്നതനുസരിച്ച് ഒരു നിലക്കൊത് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. ഇപ്പോൾ ക്ഷേമനിധി മറ്റേ മറിച്ചെന്ന് പറഞ്ഞിട്ട് ടാക്സി ഇൻഷൂർ എന്ന് പറഞ്ഞതൊക്കെ വാടക ഒത്തിട്ട് ഈ ഡീസലും അടിച്ചിട്ട് വാടകക്കാണെങ്കിൽ ഒരു മാറ്റമില്ല. വാടക ഒരു 10 രൂപ കൂട്ടിയാൽ പിന്നെ നമുക്ക് പണിയില്ല. ഇതാണ് അവസ്ഥ. ഇക്കോലത്തിൽ ഇത് അടിച്ചിട്ട് പഴയമായിട്ടുള്ള പവറും ഇല്ല ഡീസലിന്. ഒരു നിലക്കും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ. ഇനിയിപ്പോൾ ഈ കാരണത്താൽ ഇപ്പോൾ സാധനങ്ങൾക്കൊക്കെ ദിനം പ്രതി കൂടും ചെയ്യും. 6 രൂപ കൂലി കിട്ടുകാരുടെ കാര്യമില്ലല്ലോ. ഒരു സൂപ്പർ മാർക്കറ്റിൽ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഒരു 300 രൂപ പോലും എൻ്റെ വീട്ടിൽ കൊണ്ടുപോകാണ്ടാവില്ല. പവർ കുറവാണോ? മുമ്പത്തെ ആവറേജിന് ഒരു 60-64 ഉള്ള സമയത്താണെങ്കിൽ നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. ഇത്തിരി അടിച്ചു കഴിഞ്ഞാൽ ഇത്തിരി ഓടാന്നുള്ളത്. അപ്പോൾ അതൊന്നും കഴിയുന്നില്ല. അപ്പോൾ ഒരു 700-800 രൂപയൊക്കെ അടിച്ചാൽ 2 ലോക്കൽ ഓടിയാൽ കഴിഞ്ഞ് എണ്ണത്. ഓക്കെ. മറ്റൊരു ആക്ഷേപം കൂടിയാണ്, പഴയ കാലത്തുള്ളതുപോലെ വാഹനത്തിന് മൈലേജ് ഷോട്ട് വല്ലാതെ സംഭവിക്കുന്നു എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അടുത്തതായി ചെറിയ പറമ്പ് സ്വദേശി അമീർ പ്രതികരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് 3 രൂപ വീണ്ടും കൂടി പെട്രോളിനും ഡീസലിനും. എത്രമാത്രം ദുരിതത്തിലാവും നാട്? ഇത് നിത്യോപയോഗ സാധനം ആയതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ വയ്യ. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്, കുടുങ്ങിയാണ്. പിന്നെ നമുക്ക് ഇപ്പോൾ പണിക്ക് പോയാൽ കിട്ടുന്ന പൈസ മൊത്തം പെട്രോൾ അടിക്കുക, അല്ലെങ്കിൽ ഇനി എന്താ വേണ്ടിയുള്ള അവസ്ഥയില്ല. അപ്പോൾ നമ്മളിത് ഒരു ആത്മഹത്യാ തമ്മിലേക്ക് എത്തിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇത് പറ്റ കുടുങ്ങിയെന്ന് വെച്ചാൽ എന്നാലോ നമുക്ക് ഉപയോഗത്തിന് ഇത് വേണമല്ലോ എന്നുള്ളത് കൊണ്ട് ഇനിയിപ്പോൾ ഉപയോഗിക്കുക തന്നെ, വേറെ രക്ഷയൊന്നുമില്ല. അതെ, സത്യം പറഞ്ഞാൽ കുടുങ്ങിയിട്ടുണ്ട്. തള്ളാനും വയ്യ, കൊള്ളാനും വയ്യ. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇനിയിപ്പോൾ എന്താ ചെയ്യണമെന്നുള്ള ഒരു ന്യൂ ഓപ്ഷൻസിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പം ഇതിന് പരിഹാരം കാണേണ്ടത് സർക്കാരുകളാണ്. തീർച്ചയായിട്ടും സർക്കാരുകൾ ഇത് പരിഹാരം കാണും വേണം. ഇതിന് എന്തെങ്കിലും ഒരു നടപടി എടുത്ത് ഇതിൻ്റെ ഒരു തീരുമാനം ഉണ്ടാക്കി കൊണ്ടുവരൽ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ ചെയ്യേണ്ട ഒരു നിർബന്ധമായ സംഗതിയാണ്. ഡീസലിനടക്കം വില കൂടിയതോടുകൂടി ഇനി വിലക്കയറ്റമൊക്കെ പ്രതീക്ഷിക്കാമോ? വിലക്കയറ്റം ഇനി കൂടുകയാണെങ്കിൽ ജനങ്ങളെ ഒരു അടിച്ചേൽപ്പിക്കുന്ന രൂപത്തിലായിരിക്കും ഇത്. ഇപ്പം തന്നെ 100 രൂപ നമുക്ക് എത്തിയില്ലേ. ഇനി അതിലും വലിയ വില കൂടുതൽ ഇനി എന്താ ഉള്ളത്? ഓക്കെ. എല്ലാ സാധനങ്ങൾക്കും വില കൂടുതൽ അധികരിക്കുകയാണ് എന്നാണ് അമീർ പറയുന്നത്. പെട്രോളിൻ്റെ വില വർധന ഇടവണ്ണപ്പാറയിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ഇന്ന് ദുരിതത്തിലാണ്. അവരോട് നമുക്ക് അഭിപ്രായങ്ങൾ ചോദിക്കാം. ഈ വില വർധന ഓട്ടോറിക്ഷ ഡ്രൈവർമാർ എന്നുള്ളതിൽ നിങ്ങൾക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്? നമ്മുടെ ജീവിതം തന്നെ ബാധിക്കുന്ന പ്രശ്നമാണ്. വളരെ മോശമാണ് ഇത്രയും വില കൂട്ടുന്നത്. നിങ്ങളുടെ ജീവിത വരുമാനത്തെ എത്രമാത്രം അത് ബാധിക്കും? നല്ലവണ്ണം ബാധിക്കുന്നുണ്ട്. നിത്യചെലവിന് തന്നെ ഇപ്പോൾ പൈസ വെക്കാത്ത അവസ്ഥയാണ്. ട്രിപ്പുകൾ ഓടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയാവുന്നുണ്ടോ പൈസ? ഒരു ദിവസം ഫുള്ളായിട്ട് ഓടിയാൽ ഒരു 500 രൂപ എല്ലാം ബാക്കിയാവും. അതിൽ നിന്നാണ് ഈ ഒരു പൈസ ഇനി കുറയ്ക്കേണ്ടി വരുന്നത്. അതെ. ഓക്കെ, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് അതന്നെ പറയാനുള്ളത്. ഇപ്പോൾ സാമ്പത്തികമായിട്ട് വളരെ മോശമാണ്. ആ സമയത്ത് ഇപ്പോൾ ഡീസലിന് വില കൂടുക പറഞ്ഞാൽ ഭയങ്കര ക്ഷീണമാണ്. എല്ലാവരും 30 രൂപേൻ്റെ ഓട്ടം പോയാൽ അതേ കാലടിച്ച് പോരാണ്.
അപ്പം റിട്ടേൺ ഇല്ലാതെ പോരുമ്പം വളരെ നഷ്ടത്തിലേക്കാണ്. പൊതുവേ ഓട്ടം കുറവാണ്. ഇതിന് നടപടിയെടുക്കേണ്ട സർക്കാരുകളോട് എന്താ പറയാനുള്ളത് ഡ്രൈവർ എന്നുള്ള നിലയ്ക്ക്? എനിക്കൊന്നും പറയില്ല. സർക്കാർ ഇത് ഡീസൽ കൂട്ടുന്ന ഇതിന് മുന്നേ പറഞ്ഞാണ്. ഇപ്പം കൂടിയോണ്ടൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വളരെ മോശമാണ്, ചുറ്റുപാടൊക്കെ മോശമാണ്, ഓട്ടം വളരെ മോശമാണ്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇപ്പോൾ ഈ പെട്രോൾ ഡീസലിനൊക്കെ വില ചാർജ് കയറ്റി. ഈ ഗവൺമെൻറ് വില കുറയ്ക്കുന്നെന്ന് തോന്നുന്നു. ഓട്ടത്തിനൊക്കെ നന്നായി ബാധിക്കും നിങ്ങളെ? നല്ല ബാധിക്കും ഓട്ടത്തിനൊക്കെ. ഓക്കെ. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.